ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മുമ്പൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ടോപ്പിൻ്റെ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ, കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അതിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 6 മന്ത് ടു 1 ഇയർ വരെയുള്ള കുട്ടികൾക്കുള്ള അളവിൻ്റെ ആണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിന് പ്യൂർ വൈറ്റ് കോട്ടണിലാണ് നമ്മൾ പീസ് എടുത്തിട്ട് 12 ഇഞ്ച് ലെങ്ത് 26 ഇഞ്ച് വിഡ്ത്തും വരുന്നൊരു പീസാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. കോട്ടനാണ്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ടോപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഞാൻ പറഞ്ഞല്ലോ മിച്ചം വന്ന മെറ്റീരിയൽ കൊണ്ടൊക്കെ നമുക്ക് എന്തൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളത് നമുക്ക് പറ്റുന്നുള്ളതിനുള്ള ഉദാഹരണം കൂടിയാണ് കേട്ടോ ഇങ്ങനത്തെ ടോപ്പുകളൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ 4 ആം ഹോൾ 4 എടുക്കുന്നുണ്ട്. കറക്റ്റ് ഒരു 6 മന്ത് ടു 1 ഇയറിൻ്റെ അളവാണ് കേട്ടോ. ചെസ്റ്റ് നമ്മൾ 5.5+1 ഇഞ്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നെക്ക് വിഡ്ത്ത് 2 നെക്ക് ലെങ്ത്ത് 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കോളർ പോലെ ടൈ കോളറാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് താഴോട്ട് ആ നെക്കുമെന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് ഷേപ്പിലേക്ക് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ലൈൻ കേട്ടോ. അപ്പോൾ അതാ ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അത് നെക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ 1/2 ഇഞ്ച് കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നെക്ക് ഇതിലിപ്പോൾ കട്ട് ചെയ്തിട്ടില്ല, മാർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഫ്രണ്ടിലേക്കാണ് 2.2 ഇഞ്ച്, ബാക്കിലേക്ക് 1/2 ഇഞ്ച് കുഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് ഇതിൽ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അതുപോലെ ബാക്ക് പീസ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ 1 ഇഞ്ചിന് അടയാളപ്പെടുത്തിയിട്ട് 1/2 ഇഞ്ചിട്ട് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അതാ 1 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയത്. 1/2 ഇഞ്ച് നമുക്കിവിടെ കുറക്കാനുണ്ടല്ലോ, അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളെ ആ ഒരു നെക്ക് കയറിയ കോളർ ടൈ കോളർ എന്ന് പറയും ഈ ഒരു മോഡലിന് കേട്ടോ. അപ്പോൾ ആ ഒരു കോളർ കൊടുക്കാനുള്ള അളവാണ് നമ്മൾ ആ 1 ഇഞ്ച് എക്സ്ട്രാ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു 1/2 ഇഞ്ച് കട്ട് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ നമ്മൾ അതിന് ടൈ എടുക്കാനുള്ള പീസാണ് 21 ഇഞ്ച് ലെങ്ത്തും 1.5 ഇഞ്ച് വിഡ്ത്തിലുമാണ് നമ്മൾ ഈ പീസ് എടുത്തിട്ടുള്ളത്. ഒരേ പോലത്തെ പീസ് തന്നെ എടുക്കുക, ജോയിൻറ്റ് വരാതെ. അതാണ് അതിൻ്റെ വൃത്തി കേട്ടോ. അപ്പോൾ ഇത് ഫോൾഡ് ചെയ്തിട്ടിട്ട പീസാണ്. ഡബിളിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. 21 ഇഞ്ച് ഇപ്പോൾ 42 ഇഞ്ച് മൊത്തത്തിൽ വരും കേട്ടോ. കുറച്ച് കുറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുള്ള ഒരു ഭംഗിക്ക് ഇങ്ങനെ തൂങ്ങിക്കെടുക്കുമ്പോൾ ഒരു ഭംഗിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കട്ടിങ് എന്ന് പറയാൻ. അപ്പോൾ ഈ ഒരു പീസാണ് നമ്മളിതിൽ നെക്കായിട്ട് കൊടുക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ക്രോസിൽ കട്ട് ചെയ്ത ഒരു ഭാഗം ഉണ്ടല്ലോ, സ്ലീവ് ഭാഗം, ആ ഒരു ഭാഗത്ത് നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് ഒന്ന് മടക്കി തയ്ക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പീസാണ് കേട്ടോ ഇത് പിന്നെ ടൈ വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പീസിന് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുത്തതാണ്. അപ്പോൾ ആദ്യം ഒന്ന് ക്രോസ് ചെയ്തിട്ട് മടക്കി തയ്ച്ചതിന് ശേഷം നമ്മൾ 2 സൈഡും കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്രോസ് ആക്കിയിട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ മുമ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ വല്ലാണ്ട് വിശദമായിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ആ സൈഡൊക്കെ ഒന്ന് കട്ടിട്ട് കൊടുത്തതിന് ശേഷം ക്രോസ് പീസുകൾ വെച്ച് അടിച്ച് ഉള്ളിലേക്ക് മടക്കുകയാണ്. അപ്പോൾ 2 സൈഡ് നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു 10 ഇഞ്ച് കറക്റ്റാക്കിയിട്ട് തന്നെ ഷേപ്പ് ചെയ്തിട്ട്. എന്നിട്ട് അടിയും കൂടെ ഒന്ന് മടക്കി തയ്ക്കുകയാണ് കേട്ടോ. ആ മടക്കി തയ്ക്കൽ കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിൻ്റെ പരിപാടി തന്നെ തീർന്നു. 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ടോപ്പാണ്. പിന്നെ നമ്മൾ ടൈ കോളർ വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 9 ഇഞ്ചാണ് കേട്ടോ വരിക. മൊത്തത്തിൽ ഈ റൗണ്ട് 10 ഇഞ്ചാണ് വരിക. അതിൽ ഒരു ഭാഗം നമുക്ക് കെട്ടാനുള്ള ഭാഗമല്ല, അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. മൊത്തത്തിൽ 9 ഇഞ്ച് വരും. അപ്പോൾ ആ ഒരു 9 ഇഞ്ചാണ് നമ്മൾ ഈ ഒരു കട്ടിട്ട് കണ്ട് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. 4.5 to 4.5 അങ്ങനെയാണ് വരിക കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു കട്ടിട്ട ഭാഗം വരെ നമ്മൾ എൻഡിങ്ങിൽ നിന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. ആ ഒരു കട്ട് ചെയ്ത ഭാഗത്ത് കെട്ടിട്ട് കൊടുക്കുക. അങ്ങനെ ആ ഒരു നടുഭാഗം നമ്മൾ സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ, ആ ഭാഗം നമ്മളാണ്ട് ഒഴിവാക്കിയിട്ട് അത് നമ്മളെ നെക്കിനോട് യോജിപ്പിക്കാനുള്ള പാർട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ ഓപ്പൺ ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളെ ഒന്ന് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് മറിച്ചെടുക്കുക. നമ്മൾ ആ ഓപ്പൺ ചെയ്ത ഭാഗത്ത് കൂടെ വേണം മറിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളെ ടൈ കോളറിൻ്റെ പണി തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കട്ടിട്ടെടുത്ത ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ 1 ഇഞ്ചിനെ കറക്റ്റ് അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് കട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് പിന്നെ ലാസ്റ്റ് അളവെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആ 2 കട്ടിലും ഒരു നെക്കിൻ്റെ എൻഡിങ്ങും ഒരു നെക്കിൻ്റെ സ്റ്റാർട്ടിങ്ങുമാണ് വരുന്നത്. അപ്പോൾ ഇനി അതിലാർക്കും കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ അവർ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് മറിച്ചെടുക്കണം. ചീത്ത വശത്ത് വെച്ചിട്ട് അടിച്ചിട്ട് പുറത്തേക്ക് നമ്മൾ ജോയിൻ ഒന്നുണ്ട് പതിച്ചടിക്കണം കേട്ടോ ചെയ്യുന്നത്. അങ്ങനെയാണ് കോളർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവരോടും ബൈ.